Welcome to Mission Tech Center online coaching classes. ഇപ്പോഴത്തെ സബ്ജക്റ്റ് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിലെ പോയിന്റ് ഫംഗ്ഷൻ പാത്ത് ഫംഗ്ഷൻ ആണ്. സാധാരണ എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ഏരിയ ആണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഗ്യാസ്, അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻ 1, അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ളത് 2 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് 1-ൽ നിന്ന് 2-ലോട്ട് മാറുന്നത്. ഇപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ എന്നുള്ള രീതിയിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് 1-ൽ പ്രോപ്പർട്ടീസ് P1, V1, T1 ആണ്. ഫൈനൽ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ 2 എന്നുള്ള പോയിന്റ് P2, V2, T2 ആണ്. ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് 1-ൽ നിന്ന് 2-ലോട്ട് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ 1-ൽ നിന്ന് 2-ലോട്ട് വരാൻ ഇവിടെ 3 ഡിഫറെൻറ്റ് പാത്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 എന്നുള്ള പോയിന്റിൽ നിന്ന് A2 വഴി വരാം, 1B2 വരാം, അതുപോലെ തന്നെ 1C2 വരാം. അപ്പം നമ്മൾ നോക്കുന്നത് ഈ 2 എന്നുള്ള പോയിന്റിലെ പ്രഷർ എത്രയാണ്, വോളിയം എത്രയാണ്, ടെമ്പറേച്ചർ എത്രയാണ്. ഇവിടെ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ പ്രോസസ്. അതായത് പ്രോസസ്സ് നടന്ന പാത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ പോയിന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് ഫങ്ഷൻസ് ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ the path followed by the process. Point ഫംഗ്ഷന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, which do not depend upon the path followed by the process. ഇപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 1-2 പ്രോസസ് dP എന്നുള്ളത് P2 - P1 എന്ന് നമുക്ക് എഴുതാം. മറ്റൊന്ന് 1-2 പ്രോസസ് സംഭവിച്ചു കഴിഞ്ഞപ്പം വോളിയത്തിനകത്തുള്ള ചേഞ്ചസ് ഫൈനൽ മൈനസ് ഇനിഷ്യൽ എന്നിങ്ങനെ നമുക്ക് എഴുതാം. പോയിന്റ് ഫംഗ്ഷൻ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ പ്രോസസ്സാണ്. ഇനി എന്താണ് പാത്ത് ഫംഗ്ഷൻ നോക്കാം. ഇപ്പോൾ പോയിന്റ് ഫംഗ്ഷൻ എക്സാമ്പിളാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നുള്ളത്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the quantity which depend upon the path followed by the process ആണ്. an example ആണ് ഹീറ്റ്, വർക്ക് എന്നിവ. അത് 1-ൽ നിന്ന് 2-ലേക്ക് വരുമ്പം A പാത്ത് ഉപയോഗിക്കാം, B പാത്ത് ഉപയോഗിക്കാം, C പാത്ത് ഉപയോഗിക്കാം. ഒരു ഹീറ്റ് ട്രാൻസ്ഫറോ അതല്ലെങ്കിൽ വർക്ക് ട്രാൻസ്ഫറോ വരികയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവാണ് വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ 1C2 എന്നുള്ളൊരു പാത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പം ഇത്ര ഏരിയ വരും. ഇതാണ് അതിൻ്റെ വർക്ക് ട്രാൻസ്ഫർ. 1B2 എന്ന് പറയുമ്പോൾ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങും. അപ്പം ഇത്ര ഏരിയയും കൂടെ വരും. ഏരിയ അണ്ടർ ദ കർവ് പറയുമ്പം ഈ ചുവന്ന ഏരിയയും നീല ഏരിയയും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ഏരിയ. വർക്കിനകത്ത് വ്യത്യാസം വന്നു. മറ്റൊന്ന് 1A2 എടുക്കുകയാണെങ്കിൽ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വരും. ഇത്രയും ഭാഗത്തു നിന്ന് താഴോട്ടുള്ള ഏരിയ. സ്റ്റേറ്റ് 1-ൽ നിന്നും സ്റ്റേറ്റ് 2-ലേക്ക് എത്താൻ ഏത് പാത്താണോ സെലക്ട് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു വർക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് പാത്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പാത്ത് ഫങ്ഷൻസിൻ്റെ എക്സാമ്പിളാണ് വർക്ക് ട്രാൻസ്ഫർ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. പാത്ത് ഫങ്ഷൻ്റെ പ്രത്യേകത എഴുതാം. ഡിപ്പെൻഡ് അപ്പോൺ the path followed by the process ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് എക്സാമ്പിളാണ് വർക്ക് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ.
അപ്പോൾ ഇത് രണ്ടും പാത്ത് ഫങ്ഷൻസ് ആണ്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നുള്ളത് പോയിന്റ് ഫങ്ഷൻ. ഇനി ഇതേപോലെ നമുക്ക് പാത്ത് ഫങ്ഷൻ്റെ കേസ് എഴുതാൻ സാധിക്കത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഫങ്ഷൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഎക്സാക്റ്റ് ആയിരിക്കും, കൃത്യമായിട്ടുള്ളതായിരിക്കത്തില്ല ഡിഫറൻഷ്യലിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇംപെർഫെക്റ്റും ആയിരിക്കും. അപ്പം ഈ കേസിൽ പാത്ത് ഫങ്ഷൻ്റെ കേസ് നമ്മൾ എഴുതുമ്പോൾ 1 to 2 a which is equal to 1 to 2. അതായത് ഏരിയ ഓഫ് ദ സ്റ്റേറ്റ് 1 ആണ്. ഇതിനകത്ത് പാത്ത് ഫങ്ഷൻ്റെ കേസിന് വാല്യൂ ഇല്ല, അതിന് പ്രത്യേകത ഒന്നുമില്ല. ഇനിയിപ്പം പറയാൻ പോകുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ, വർക്ക് ട്രാൻസ്ഫർ 1 to 2 Q which is equal to Q1 to 2. ഇങ്ങനെ എഴുതാം. 1 to 2 വർക്ക് ട്രാൻസ്ഫർ which is equal to 1 to 2 എന്നിങ്ങനെ പാത്ത് ഫങ്ഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി പാത്ത് ഫങ്ഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽസിന്റെ പ്രത്യേകതയാണ്. ഡിഫറൻഷ്യൽസ് ആർ ഇൻഎക്സാക്റ്റ്, കൃത്യത ഉള്ളതായിരിക്കില്ല. മറ്റൊന്ന് ഡിഫറൻഷ്യൽസ് ആർ ഇംപെർഫെക്റ്റ്. In the case of point function, the differentials are exact. Differentials are exact and perfect. A part question ചോദിക്കാൻ കൊള്ളാവുന്ന സംഗതിയാണ്. പാത്ത് ഫംഗ്ഷന്റെ കേസിൽ ഡിഫറൻഷ്യൽ ഇൻഎക്സാക്റ്റും ആണ്, ഇംപെർഫെക്റ്റും ആണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് പോയിന്റ് ഫംഗ്ഷൻ ദ ഡിഫറൻഷ്യൽസ് ആർ എക്സാക്ട് ആൻഡ് പെർഫെക്റ്റ് ആണ്. എന്നോട് പറയാം, പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഗ്യാസിന്റെ ഒരു സിസ്റ്റത്തിനകത്ത് അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് 1 നിന്ന് 2 എങ്ങനെ പ്രോസസ് വഴി എത്തുകയാണെങ്കിൽ അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് P1, V1, T1 ആണെങ്കിൽ ഫൈനൽ കണ്ടീഷൻ P2, V2, T2 ആണെങ്കിൽ which do not depend upon the path followed by the process ആണ് in the case of point function. അതിന്റെ ഡിഫറൻഷ്യലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. പോയിന്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ do not depend upon the path followed by the process ആണ്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എൻഡ് സ്റ്റേറ്റ്സിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഈ കേസിൽ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 മൈനസ് P1, ഫൈനൽ മൈനസ് P1. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് വോളിയം ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം ആണ്. ഇപ്പൊ പാത്ത് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് ഒരു സിസ്റ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പാത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പാത്ത് ഫംഗ്ഷൻ എന്നുള്ള. എക്സാമ്പിൾ വർക്ക് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് ഈ ടേംസ് എഴുതുന്നതിനോട്ട് എഴുതാൻ പറ്റത്തില്ല, കാരണം ഇൻഎക്സാക്റ്റ് ആണ് ഡിഫറൻഷ്യൽസ്. ഇപ്പം 1 to 2 ഇത് ഹീറ്റ് ട്രാൻസ്ഫർ 1 to 2, മറ്റൊന്ന് വർക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ 1 to 2 ആണ്. പോയിന്റ് ഫംഗ്ഷൻ എന്നുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എൻഡ് സ്റ്റേറ്റ്സ് ആണ്. The case of path function, it depends upon the quantity, depends upon the path followed by the processor.